അസ്സലാമു അലൈക്കും. മൂസ്കും വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നേ ഒരു ചക്കക്കുരു കറി വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. അപ്പം ചക്കക്കുരും ചക്കയൊക്കെ തീരാനായി. പിന്നെ അപ്പം നന്നായി ചക്കക്കുരു എല്ലാം വെന്താട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ ഇട്ടിട്ട് തക്കാളി ഇടണം. ഇങ്ങനെ കിടന്ന് നല്ല വഴക്കപ്പോഴേക്കും തേങ്ങ അരച്ച് വരാം ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ ചെറിയുള്ളിയും പിന്നെ വലിയ ജീരകവും കൂടി ഇട്ട് ഞാൻ അരച്ചെടുക്കുന്നു കേട്ടോ തേങ്ങ. പിന്നെ ചെമ്മീൻ ഇതാട്ടോ അരക്കാൻ പോകും. ഞങ്ങൾ കുഞ്ഞിയ ചെമ്മീനാട്ടോ, നല്ല രസമാട്ടോ അത്. പിന്നെ ഭയങ്കര വിലയാണ്, എന്നാലും എനിക്ക് വില കുറഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല വറുത്തെടുക്കുക. ഇത് മിച്ചുവിനും ഇഷ്ടമാണ്. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് ചൂടുണ്ട് ചട്ടി, ഞാൻ മേലെ അങ്ങനെ കാട്ടുന്നുള്ളൂ. പിന്നെ അപ്പോൾ ഇത് നല്ല വറുത്തെടുത്ത് ഇതും കൂടെ അതിലിടണം. അതാ ഞാനിത് അരച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ നമ്മളെ തേങ്ങ അരച്ചത് ഒഴിക്കുക കേട്ടോ. തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. അത് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് തിളക്കട്ടെ. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ലേശം ഉപ്പ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മളത് കേട്ടോ വറുത്ത് വെച്ച ചെമ്മീൻ ചേർക്കാൻ പോകുക. ഇത് പൊടിക്കേണ്ട, വലിയ ചെമ്മീനാണ് പൊടിക്കണത്. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റ് കേട്ടോ അങ്ങനത്തെ ഈ കറി. മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ നല്ല. അപ്പം മാങ്ങാക്കാലൊക്കെ തീർന്നില്ലേ, പച്ചമാങ്ങ അല്ല, അപ്പം പുളി ഉണ്ടാവില്ല മാങ്ങക്ക്. ഇനി ഇത് നന്നായി തിളച്ചിട്ട് കടു വറക്കണമെങ്കിൽ വറക്കാം, പക്ഷെ ഞാൻ വറക്കുന്നില്ല. എല്ലാം കൂടെ എണ്ണയും വെക്കുക, അധികം ആക്കണ്ട. അപ്പം ഞാൻ ഇനിയിൽ അപ്പം നമ്മൾ പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായി ചെമ്മീനും എല്ലാം കൂടെ ഇട്ടൊരു കറി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുകയും കൊട്ടി വെക്കുകയും. നമ്മൾ പഴയകാല കറികളാണ് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.